പാഠം 732. വേലിയിലെ പാമ്പ്. ആഹാ, റെഡിയായോ? എന്തെത്ര നേരത്തെ? പോകുന്ന വഴി ഉൽപ്ലാക്ഷൻ ചേട്ടന്റെ വീട്ടിൽ നിന്ന് കയറണം. ഉൽപ്ലാക്ഷൻ ചേട്ടന്റെ സ്ഥലം അളക്കാൻ ഇന്ന് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മാവനോട് എഴുന്നേറ്റില്ലേ? കൊള്ളാം. ആള് രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയി. തിരിച്ചു വന്ന് ചായ കുടിച്ച് പത്രം വായിച്ചിട്ട് പുറത്തു പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കുക. പുറത്തെവിടെ പോവാൻ? അമ്മാവും മോഹനടനെ പോലെ ഒന്നുമല്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞല്ലേ വന്നത്. ഇന്നലെ വൈകുന്നേരം കൊണ്ട് നാട്ടിലെ സകലരെ അമ്മാവും പരിചയപ്പെട്ടു കളഞ്ഞു. മോഹനയുടെ സ്വഭാവം നേരെ തിരിച്ചാണല്ലോ. ഒരാളോട് മിണ്ടൂരി. ആഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ പുറത്തിറങ്ങി. അമ്മാവൻ അതുപോലെ ഒന്നുമല്ല. നീ ഇത്ര നേരത്തെ ആഫീസിൽ പോകണം? ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോണം അമ്മാവ. അമ്മാവൻ ഇന്നാണോ നാളെയാണോ പോകുന്നത്? അല്ല അതിപ്പം അല്ല അത് മോഹനയുടെ എന്തിനാ അതിൽ ഇത്ര വാശി പിടിക്കുന്നത്? അമ്മാവൻ ഒരാഴ്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ ഇന്നലെ പറഞ്ഞതല്ലേ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങ. ഈ വേഷത്തിലോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഞങ്ങൾ പട്ടാളക്കാർ എവിടെ ചെന്നാലും ഈ വേഷമാണ് ധരിക്കുന്നത്. നിക്കറോ? പക്ഷെ ഇതൊരു നാട്ടിൻപുറമാണ്. ഇവിടെ എങ്ങനെ ഇതുപോലുള്ള നിക്കറിന്നിട്ട് നടക്കാൻ പറ്റില്ല. നീ ഇങ്ങനൊരു പഴഞ്ചനായി പോയില്ല മോഹനകൃഷ്ണ. കഷ്ടം. ഞാൻ എന്തായാലും ഈ വേഷത്തിലാ പുറത്തു പോകുന്നത്. ഇവിടെ ഉത്തമ, അമ്മാവന്റെ പക്ഷത്താ. അവക്കറിയില്ലല്ലോ അമ്മാവന്റെ തനി സ്വഭാവം. അത് പറഞ്ഞാൽ എന്റെ മാനവും പോവും. എന്റെ അമ്മാവൻ ഇത്തരക്കാരനാണെന്ന് പറഞ്ഞ് ഈ ജന്മം മുഴുവനെ കളിയാക്കും. ചുരുക്കി പറഞ്ഞ സാറ് പെട്ടു. സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ശിശുപാലൻ ചേട്ടാ, സമയം 10 കഴിഞ്ഞല്ലോ. പ്രഭ എന്താ താമസിക്കുന്നേ? അതറിയില്ല കാഞ്ചന സാറേ. സാധാരണ രീതിയിൽ വൈകിയാൽ പ്രൊഫസർ വിളിച്ചു പറയുന്നതാ. എന്നെ വിളിച്ചില്ല. കാഞ്ചന സാറിനെ വിളിച്ചിരുന്നോ? ഇല്ല. കളക്ടറേറ്റിലേക്ക് അയക്കേണ്ട ഫയലിന്റെ ജോലി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കണമെന്ന് ഇന്നലെ മോനീഷ് സാർ പറഞ്ഞതാ. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ വന്ന് ഫയലിന്റെ പണി തീർക്കാന്ന് പറഞ്ഞിട്ടാ ഇന്നലെ പ്രഭ പോയത്. ഇനി എന്ത് പറ്റിയോ എന്തോ. പ്രൊഫസറിന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ കാഞ്ചന സാറേ? ശിശുപാല, എനിക്ക് മനസ്സിലായി. 1 മണി കഴിയുമ്പോ കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ കഴിക്കാനോ ഒക്കെ റോഡിലേക്ക് വരും. കോളേജിന്റെ എതിർവശത്തുള്ള യൂസഫിന്റെ ഐസ്ക്രീം കടയില് ഒരു 10-30 പെണ്ണുങ്ങളെങ്കിലും കാണും. ആ നേരത്തെ അവിടെ കയറി വന്ന് മുട്ടി ഉരുമി നടക്കാനൊക്കെ ഭയങ്കര രസമാണല്ലേ. നമ്മളാണെങ്കിൽ ഇതൊക്കെ ഒരു നേരം പോക്ക്. മോഹനകൃഷ്ണൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മണ്ടൻ. ഇത്രയ്ക്ക് സൂക്കടാണെന്നുണ്ട് പിന്നെ ഒരു പെണ്ണ് കിട്ടാത്തത്. കല്യാണം കഴിച്ചെങ്കിൽ ഇങ്ങനെ ഈ ബസ് സ്റ്റോപ്പിൽ ഐസ്ക്രീം പാർലറിലൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരൂലായിരുന്നല്ലോ. അതൊന്നും പറയാതിരിക്കാ ഉത്തമ നല്ലത്. പട്ടാളത്ത് ജോലി കിട്ടി ഞാനങ്ങ് പോയല്ലോ. ആദ്യത്തെ ലീവിന് വന്നപ്പോ കല്യാണം കഴിക്കാൻ പരിപാടി ഇട്ടതാ. ഒരു കല്യാണം ഉറപ്പിച്ചു. അപ്പോഴേക്കും അതിർത്തിയിൽ യുദ്ധം വന്നു. ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്നു. അതെ അതെ, ഇതിനുമ്പ് വേറെ ആൾക്കുണ്ടായിരുന്നു. അതങ്ങ് അഫ്ഗാനിസ്ഥാനിലോ. പേര് മീനാക്ഷി, അത്ത നക്ഷത്രം. പിന്നെ അർജന്റീനയിലുള്ള ഒരു പങ്കയാക്ഷി. അങ്ങനെ കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഒരിക്കൽ ഭാമയ്ക്ക് അവളുടെ എതിരാളിയായ ഒരു വക്കീലിനോട് ദേഷ്യം തോന്നി. ഒരു ദിവസം ആരും അറിയാതെ കോടതിയുടെ മുന്നിൽ വെച്ച് ഭാമ അയാളെ വണ്ടി ഇടിച്ചു കൊന്നു. ഞെട്ടിയില്ലേ? വാടച്ചോ. അതൊരു സാധാ അപകട മരണമാണെന്ന് എല്ലാവരും കരുതി. സത്യത്തിൽ അതൊരു കൊലപാതകമായി. സത്യമാണോ പറയുന്നത്? ഞാൻ എന്റെ ഭാമയെ പറ്റി കള്ളം പറയൂ അമ്മാവ. ആ വക്കലിനെ കൊന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതുവരെ അസുഖമൊന്നും ഇല്ലായിരിക്കായിരുന്നു. ഇന്നാണ് വീണ്ടും ആ അസുഖം ഉണ്ടാവുന്നത്. ഇന്നോ? കുറച്ചുമുമ്പ് വില്ലേജ് ഫോൺ ചെയ്ത് അവൾ എന്നോട് പറഞ്ഞു, അമ്മാവനോട് അവൾക്ക് എന്തോ പ്രത്യേക തരത്തിലുള്ള ദേഷ്യമാണ്. എന്നോടോ?